ഫ്രണ്ട്സ് വെറുതെ വൈകിട്ട് നടക്കാൻ വേണ്ടി ഇറങ്ങിയ അപ്പോഴാണ് കാണുന്നത് നമ്മുടെ നാട്ടിലൊക്കെ തോടിൻ്റെ കരയിലും പുഴയുടെ കരയിലും അതുപോലെ കടലിൻ്റെ കരയിലൊക്കെയാണ് ബോട്ടുകൾ കാണുക. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ വീടിൻ്റെ മുമ്പിലാണ് കൊണ്ടിട്ടിരിക്കുന്നത് ഓരോ ബോട്ടുകളും. അത് കെട്ടി വലിച്ചു കൊണ്ടുപോകുന്നതാണ്. ഇതാ ഇപ്പുറം കാണിച്ചു തരാം. ഇതാ കണ്ടാ, ഇതൊക്കെ ഇങ്ങനെ വണ്ടികളിൽ കെട്ടി വലിച്ച് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. നമ്മളെ വില്ലയാണ് ഇത്, നമ്മുടെ വില്ലയാണ് ഇത്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല ബോട്ട്, അതിനെ കടലിൽ കൊണ്ട് ഇറക്കിയിട്ട് വന്ന ഒരിതാണ് ഇത്. കുറേ പൈപ്പുകൾ, നല്ല റബ്ബറിൻ്റെ പൈപ്പുകൾ വെച്ചിട്ട് ബോട്ടിന് നല്ല സേഫ്റ്റി കൊടുത്തിട്ടാണ് ഇതിൽ കൊണ്ടുവെക്കുന്നത്, ഇതിലേക്ക് കയറ്റി വെക്കുന്നത്. സൂപ്പറല്ലേ സംഭവം? നല്ലോണം ടയറൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, അടിപൊളി. ഇത് കെട്ടിവലിക്കുന്ന ഇത് വണ്ടിയുടെ പുറകിൽ, കാറിൻ്റെ ഒക്കെ പുറകിൽ നമ്മുടെ നല്ല ഹെവി വണ്ടികളുണ്ടാവില്ലേ, GMC അങ്ങനെയുള്ള വണ്ടികളുടെ ഒക്കെ പുറകിൽ വെച്ച് കെട്ടി വലിക്കും. നടന്ന് വന്ന് ഒരു കഫ്റ്റീരിയ കയറി. നമ്മുടെ അഫ്സലിൻ്റെ കഫ്റ്റീരിയ കഴിഞ്ഞതിന് ഞാൻ കാണിച്ചില്ല. പണ്ട് തണ്ണിൻകുടി എന്ന് പറയുന്നൊരു സംഭവത്തിന് കൊണ്ടുവന്നില്ല, മണ്ട അതാണെന്നാണ് കരുതി ഞാൻ ഫസ്റ്റിൽ. അത്രയും വലിപ്പമുണ്ട് കേട്ടോ. അടിച്ചു നോക്കുമ്പോൾ നല്ല ടേസ്റ്റുള്ള നല്ല മസാലയൊക്കെയുള്ള അടിപൊളി സാധനം. അങ്ങാടിയിലുള്ള പുതിയാപ്പിളയാണ് ഇത്. വടകര തായലങ്ങാടി. ഒപ്പറ ശരിയായ സ്ഥലം തലശ്ശേരിയാണ് അല്ലേ? പേരെന്തേലും? ഷാജിർ. അതെ, ഷാജിർ എന്നാണ് പേര്. ഓക്കെ. ഒരു വടകര റഹ്മാനിയ പള്ളിയുടെ അടുത്ത് അങ്ങാടിയിൽ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്നത് നമ്മളെ ഫിറോസ് പാചക ബ്ലോഗർ, നമ്മളെ ഫിറോസ് ചുട്ടിപ്പാറയുടെ അതേ കെട്ടുള്ളതാണ്. അതാ ഈ ഒരു ബംഗാളി, നമ്മളെ എവിടെയാ പേര്, എന്താ സ്ഥലം എന്നൊക്കെ ഒന്ന് ചോദിക്കാം. ഇതിൻ്റെ കെട്ടുള്ള ആളുണ്ട്. ഇയാളാണ്. എന്തായാലും സക്കീർ ഹുസൈൻ. ആ, അബ്കാ ഗാവ്? ബംഗ്ലാദേശ്. ഓ, ബംഗ്ലാദേശുകാരനാണ് കേട്ടോ. ഓക്കെ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബായ്.